ഗുഡ് മോർണിംഗ്. മറ്റൊരു സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, +1 സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് പഠിക്കാനുള്ള, ഓർത്തു വെക്കാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമ്പിൾസും ടേംസും ഉള്ള ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. Animal kingdom. As you all know, all living organisms are classified into 5 kingdoms by R.H. Whitaker. Which are they? They are Kingdom Monera, Protista, Fungi, Plantae, Animalia. ഇതിൽ കിങ്ഡം മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും, അതേപോലെ തന്നെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത് ബോട്ടണി സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ഈ 4 കിങ്ഡത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ബോട്ടണിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സുവോളജിയിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ടോട്ടാലിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് അനിമൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് അനിമൽസിനെ പറയുന്നത്, അതായത് അനിമൽസ് എന്താണ്, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് ഇൻ അനിമൽസ്. നമ്മൾ ലിവിങ് വേൾഡിൽ പഠിച്ച പോലെ മെജോറിറ്റി, ഏറ്റവും ഹയസ്റ്റ് ഗ്രൂപ്പ് നമ്മളിവിടെ പഠിച്ചു. ഏതാണ്? കിങ്ഡം, അനിമേലിയ ഒരു അനിമൽ കിങ്ഡം. ഇനി നമുക്ക് എന്ത് പഠിക്കണം അതിൽ? അതൊക്കെയാണ് അതിലെ ഫൈലംസ്, ഡിഫറെൻറ്റ് ഫൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ഫൈലംസ് ആണ് പഠിക്കുന്നത്. അനിമൽ കിങ്ഡത്തിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഫൈലംസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ഫൈലംസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് അൻ അനിമൽ? ഏതൊരു ജീവിയാണ് നമ്മൾ അനിമൽ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന എല്ലാ ജീവികളും എന്താണ്? അൻ അനിമലാണ്. അപ്പോൾ എന്ത് വെച്ച് നമുക്ക് അനിമലിന്, ഇപ്പോൾ എക്സാമ്പിൾ അവിടെ ഒരു ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ട്, ഒരു സിമിലാരിറ്റി ഇല്ലാത്ത അനിമൽസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനിമൽസോ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻസെക്റ്റോ, അവയും ഒരു മങ്കി അല്ലെങ്കിൽ ടൈഗറുമായിട്ട്, ബേർഡ്സും ആയിട്ട് സിമിലാരിറ്റി ഒന്നുമില്ല, ബട്ട് ദേ ആർ അനിമൽസ്. സോ വാട്ട് ഈസ് അൻ അനിമൽ? അനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം വിത്തൗട്ട് സെൽ വാൾ ആൻഡ് ക്ലോറോഫിൽ. സോ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട പ്ലാന്റ്സുമായിട്ടാണ്. വാട്ട് ആർ പ്ലാന്റ്സ്? പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ ഓട്ടോട്രോഫിക് ഓർഗാനിസം വിത്ത് സെൽ വാൾ ആൻഡ് ക്ലോറോഫിൽ. പ്ലാന്റ്സുമായിട്ടുള്ള ഡിഫറൻസാണ് പറയുന്നത്. അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ദേ ആർ മൾട്ടി സെല്ലുലാർ, ബട്ട് അനിമൽസ് ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം ബിക്കോസ് ദേ ഡിപ്പെൻഡ്സ് അതർ ഓർഗാനിസംസ് ഫോർ ദർ ഫുഡ്. പിന്നെയോ ദേ ഡോണ്ട് ഹാവ് എനി സെൽ വാൾ ഓർ ക്ലോറോഫിൽ. പ്ലാന്റ്സ് ആണെങ്കിൽ ക്ലോറോഫിൽ ഉണ്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട്. അനിമൽസ് ആകുമ്പോൾ ക്ലോറോഫിലും ഇല്ല, സെൽ വാളും ഒന്നും കാണാത്ത ആ ഒരു ടൈപ്പ് മൾട്ടി സെല്ലർ ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ് അനിമൽ എന്ന കാറ്റഗറിയിൽ പെടുന്നത്. Animal kingdom or kingdom Animalia is again classified into 11 major phylas. Phyla means phylum. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ 11 ഫൈലംസ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള 11 ഫൈലംസ്? ഫൈലം പോറിഫറ, നെഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ and chordata. Animal kingdom or kingdom Animalia is again divided into 11 major phyla. They are starting from Porifera, Cnidaria, Ctenophora, Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. ഇങ്ങനെ 11 ഫൈലംസ് ആയിട്ടാണ് അനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, എന്തെങ്കിലും ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തിൻ്റെയൊക്കെ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അതായത് വാട്ട് ഈസ് എ ക്രൈറ്റീരിയ അല്ലെങ്കിൽ വാട്ട് ഈസ് എ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എക്സാമ്പിൾ, നമ്മളിപ്പോൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും അനിമൽസ് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്ന കുറേ അനിമൽസ് ഉണ്ടല്ലോ. ഈ അനിമൽസിനെ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്?
ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സിനെ അനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. അനിമൽസിനെ മാത്രം നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ബോൾസ് ഉണ്ട്. ഹൗ ക്യാൻ യു ക്ലാസിഫൈ ദ ബോൾസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്? യു ക്യാൻ ക്ലാസിഫൈ ദ ബോൾസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബൈ മെഷറിങ് ദ സൈസ്, കളർ ഓർ മെറ്റീരിയൽ. അല്ല, നമുക്ക് കളർ നോക്കിയിട്ട് ബോൾ ഡിഫറെൻറ്റ് ആയിട്ട് തിരിക്കാം. അതായത് ഇപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈസ് നോക്കിയിട്ട് സ്മോളർ സൈസ്, ആവറേജോ, ബിഗ്ഗർ നോക്കാം. പിന്നെ റബ്ബർ ആണോ പ്ലാസ്റ്റിക് ആണോ നോക്കി ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എക്സാമ്പിൾ ക്രിക്കറ്റ് ബോൾ വേറെ ഗ്രൂപ്പാക്കാം, ഫുട്ബോളിൻ്റെ ബോൾ വേറെ ഗ്രൂപ്പാക്കാം, വോളിബോൾ വേറെ, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ബേസിസ് വേണം ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഈ അനിമൽസ് നമ്മൾ പറഞ്ഞു ഓൾ അനിമൽസ് ആർ ഇൻക്ലൂഡ് ഇൻ 11 ഡിഫറെൻറ്റ് ഫൈലാസ് എന്ന് പറഞ്ഞു. ഈ 11 ഡിഫറെൻറ്റ് ഫൈലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ബേസിസ്? അനിമൽസിനെ നമ്മൾ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിമൽസ് നമ്മൾ 11 ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമെട്രി, ജേർമിനൽ ലെയർ അല്ലെങ്കിൽ ജേം ലെയർ, സീലോം ഓർ ബോഡി ക്യാവിറ്റി, മെറ്റാമെറിസം ആൻഡ് നോട്ടോകോഡ്. Animals are classified into 11 different phylums based on these 6 points, which are the levels of organization, body symmetry, germinal layers, coelom, metamerism and notochord. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം നമ്മൾ ഈ എൻറ്റയർ ചാപ്റ്റർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് 6 പോയിൻറ്റ്സ്. ഓക്കെ, all animals are classified into 11 different phyla based on these 6 points. സോ ശ്രദ്ധിച്ച് കേട്ടോളൂ ക്ലാസ് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ? Based on organization of cell, animals are grouped into 4 levels. So animals are 4 types based on the level of organization of cells. What do you mean by level of organization of cells or organization of cells? You know that some organisms are made up of cells and some organisms are made up of tissues. Unicellular organism made up of only a single cell. In multicellular organism, tissues are present. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. വാട്ട് ആർ ടിഷ്യൂസ്? എ സിമിലർ type of cells performing a similar function. So some organisms are made up of tissues, and in some organism organs are present. They are known organ level of organization, and including human being ഒക്കെ എങ്ങനെയാണ്? made up of tissues ആണോ? Okay, exactly, we are made up of cells or tissues or organs, but we have many organ system. So human beings are an example for organ system level of organization. അതായത് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഓർഗൻ സിസ്റ്റമാണ് നമ്മുടെ ബോഡിക്കകത്തുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സിസ്റ്റംസ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ഓൾ അനിമൽസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഓർഗൻസ് നമ്മൾ പറയുന്നില്ല, എന്നാലും മെജോറിറ്റി ഓഫ് മാമൽസ് ആർ ഇൻക്ലൂഡ് ഇൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ശ്രദ്ധിക്കൊന്നുകൂടി, ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4: സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, tissue level of organization, organ level of organization and organ system level of organization. എന്താണ് ഇത് മീനിങ്? ഇൻ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ organisms are made up of a single cell. എക്സാമ്പിൾ യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. യൂണിസെല്ലുലർ ഓർ മൾട്ടി സെല്ലുലർ ആണ്. യൂണിസെല്ലുലർ ആവണമെന്നില്ല, മൾട്ടി സെല്ലുലർ ആവാം, ബട്ട് ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ. ഇൻ സം ഓർഗാനിസം ദേ ആർ മേഡ് അപ്പ് ഓഫ് ടിഷ്യൂസ്. സോ ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഈസ് ടിഷ്യൂ ലെവൽ. കുറച്ചും കൂടി ഹയർ ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ മേഡ് അപ്പ് ഓഫ് ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ. ഹയസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ മമേലിയ, ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? ദേ ആർ മേഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റം. സോ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4: സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മ വേണം. ഇതിന് എക്സാമ്പിൾസ് കൂടി പറയുന്നുണ്ട്.
സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് പോറിഫറ, ഫൈലം പോറിഫറയിൽ അങ്ങനെയുള്ള ഓർഗാനിസംസാണ് വരുന്നത്. അതായത് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ എക്സാമ്പിൾ ഫൈലം പോറിഫറ. ഇനി ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ്റെ കേസിലോ സെക്കൻഡ് ആൻഡ് തേർഡ് ഫൈലം പഠിച്ചില്ലേ നമ്മൾ, നിഡേറിയ ആൻഡ് ട്യൂനോഫോർസ്. നിഡേറിയ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസമാണ് നിഡേറിയൻസ്. ദെൻ ട്യൂനോഫോർ. തേർഡ് organ level of organization. What is organ level of organization? Tissues are arranged into organs. അങ്ങനെ ഓർഗൻസ് കാണപ്പെടുന്ന എക്സാമ്പിൾ ഹയർ അനിമൽസ്, പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റ, കോഡേറ്റ് വരെ ഇതിൽ വരും, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരും. അതേപോലെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയാലോ അത് ഹയർ അനിമൽസ്. ഈ ഹയർ അനിമൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പെടുത്താൻ പറ്റും മാമൽസ്, ബേഡ്സ്, റെപ്റ്റൈൽസ്, ആ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റും. കോഡേറ്റിൽ പെടും. ഇപ്പോൾ രണ്ടും, ഇപ്പോൾ നമ്മൾ ഹണി ബീന് രണ്ടിലും കാണാൻ കാരണം അതാണ്, രണ്ടും അതിൽ പെടും. ചിലതിൽ ഓർഗൻ ലെവൽ, ചിലത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഇനി അതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ടോപ്പിക് കൂടി പറയാം. ഓർഗൻ സിസ്റ്റംസ് ഓഫ് ഡിഫറെൻറ്റ് അനിമൽ ഷോ കോംപ്ലക്സിറ്റി. ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം. Digestive system is two types in organisms. They are complete and incomplete. What do you mean by complete and incomplete digestive system? What is incomplete? It has only a single opening that acts as mouth and anus. Example, Nidaria and Platyhelminthes. നിഡേറിയയിലാണ് ഇത് വരുന്നത് ഹൈഡ്ര, പ്ലാറ്റിഹെൽമിന്തസിലാണ് പ്ലനേറിയ എക്സാമ്പിൾ വരുന്നത്. ഈ രണ്ട് ഓർഗാൻസിൻ്റെ കേസ് എന്താണ്, ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് ഈസ് പ്രയർ. It is called mouth, hypostome. Okay, mouth, only a single opening is called mouth is present, which act as both mouth and anus. What is the purpose of mouth? നമ്മുടെ ബോഡിക്കകത്ത് we intake food through mouth and remove our waste through anus. നമ്മുടെ ബോഡിക്കകത്ത് മൗത്ത് വഴിയാണ് ഫുഡിൻ്റെ ഇൻടേക്ക്, വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേറെ ഓപ്പണിംഗ് ഉണ്ട്. ബട്ട് ഇൻ ലോവർ ഓർഗാനിസം or incomplete organism, they have only a single opening which function as both mouth and anus. രണ്ട് ഫംഗ്ഷനും ചെയ്യുന്നതാണത്. ഓക്കെ, ഇനി കംപ്ലീറ്റ് സിസ്റ്റം മീൻസ് എന്താണ്, ഇറ്റ് ഹാസ് ടു ഓപ്പണിങ്സ് ലൈക്ക് മൗത്ത് ആൻഡ് ഏനസ്. ഹയർ ഓർഗാനിസംസ്, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, ഫിഷസ്, റെപ്റ്റൈൽസ്, മാമൽസ് എല്ലാം എന്താണ്, ദേ ഹാവ് ടു ഓപ്പണിങ്സ്, മൗത്ത് ആൻഡ് ഏനസ്. സോ ഇഫ് ദേ ഹാവ് ടു ഓപ്പണിംഗ് ദേ ആർ കോൾഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. If they have only one opening, a single opening that acts as both mouth and anus, it is called incomplete digestive system. ഇനി മറ്റൊന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം. അനിമൽസിൻ്റെ കേസിൽ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ടു ടൈപ്സ്, വിച്ച് ആർ ദ ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് ക്ലോസ്ഡ്. നിങ്ങൾക്കറിയാം ഡിഫറൻസ്, പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസിൽ എന്താണ്, എ ക്ലോസ്ഡ് സർക്കുലേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ്ഡ് സർക്കുലേഷൻ? ക്ലോസ്ഡ് സർക്കുലേഷൻ മീൻസ് blood flows through closed blood vessel. നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ്. ഇഫ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽ ദേ ആർ കോൾഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇഫ് ബ്ലഡ് വെസൽസ് ആർ ആബ്സെൻറ്റ്, ബ്ലഡ് ഫ്ലോസ് ത്രൂ ഇന്റേണൽ ബോഡി ക്യാവിറ്റി, ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ. So insects are an example for open circulatory system, and animals or mammals or human being are example for closed സർക്കുലേറ്ററി സിസ്റ്റം. ഇപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്തെന്ന് പറഞ്ഞു, കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞു, ഓപ്പൺ ക്ലോസ്ഡ് സർക്കുലേഷൻ പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ സിമ്മെട്രി. വാട്ട് ഈസ് സിമ്മെട്രി? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് ചാൻസ് കൂടുതലുള്ളതാണ് സിമ്മെട്രി. ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ ടു സൈഡ് ഓഫ് ദി മെയിൻ ആക്സിസ് ഓഫ് ദി ബോഡി. It is an arrangement of similar body parts on two sides of the main axis. Based on symmetry, animals are two types. അതാണ് നിങ്ങൾ ഡയഗ്രം നോക്കിയേ, ഏറ്റവും ടോപ്പിലുള്ള ഡയഗ്രം. ഹിയർ വി ക്യാൻ സെൻട്രൽ ആക്സിസിൻ്റെ രണ്ട് സൈഡും. ഇവിടെ ഫസ്റ്റ് ഡയഗ്രത്തിൽ എന്തില്ല, ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്കൽ, ദാറ്റ് മീൻസ് അസിമെട്രിക്കൽ. വാട്ട് ഈസ് അസിമെട്രിക്? രണ്ട് സൈഡും ആക്സിസിൻ്റെ രണ്ട് സൈഡും ഒരേപോലെയാണോ? അല്ല. സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് അസിമെട്രിക്. സെക്കൻഡ് ഡയഗ്രം നോക്കിയേ,
സെക്കൻഡ് സിമെട്രിക് അല്ലേ. സിമെട്രിക് മീൻസ് ഈക്വൽ പാർട്സ് ആർ പ്രസൻറ്റ് ഓൺ ഏതർ സൈഡ് ഓഫ് എൻ ആക്സിസ്. അതാണ് സിമെട്രി ആൻഡ് അസിമെട്രി എന്ന് പറയുന്നത്. സോ അസിമെട്രി മീൻസ് ബോഡി കനോട്ട് ബി ഡിവൈഡ് ഇൻറ്റു ടു സിമിലർ പാർട്സ്. ബോഡി ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള മീനിങ്, വി കനോട്ട് ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ടു സിമിലർ പാർട്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് നോ സിമെട്രി. എക്സാമ്പിൾ മോസ്റ്റ് പോറിഫറ. ഇപ്പോൾ ഡയഗ്രത്തിൽ താഴെ കൊടുത്ത സ്പോഞ്ച് മീൻസ് പോറിഫറ. പോറിഫറ, സ്നെയിൽസ് ഇവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വി കനോട്ട് ഡിവൈഡ് ദം ഇൻറ്റു ടു ഈക്വൽ ഹാഫ്സ്. അനിമൽസിനെ ഡിവൈഡ് ചെയ്യണമെന്നല്ല മീനിങ്, അതിൻ്റെ ബോഡി ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്, സ്ട്രക്ചർ. ഇഫ് യു ക്യാൻ ഡിവൈഡ് ദ ഓർഗാനിസം ഇൻറ്റു ടു ഈക്വൽ ഹാഫ് then we can say it is symmetrical. ഇപ്പോൾ റൈറ്റ് സൈഡ് എക്സാമ്പിൾ ബീറ്റിൽ നോക്കിയേ, ലാസ്റ്റ് എക്സാമ്പിൾ ഡയഗ്രാം. when we cut that organism to the axis we will get two equal parts. That is called symmetry. If you are not getting such similar parts, it is called asymmetry. That's the example. So asymmetrical means here the body cannot be divided into two similar parts. Example Porifera snail. In symmetry means body can be divided into two similar parts. They are called symmetrical. Then symmetry is two types. നമ്മൾ പറഞ്ഞു അസിമെട്രി ഉണ്ട്, സിമെട്രി ഉണ്ട്. പിന്നെ സിമെട്രി ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ടു. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾസും എല്ലാം. വൺ ഈസ് റേഡിയൽ സിമെട്രി ആൻഡ് വൺ ഈസ് ബൈലാറ്ററൽ സിമെട്രി. വാട്ട് ഈസ് റേഡിയൽ സിമെട്രി? ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു ഈക്വൽ ഹാഫ്സ് ബൈ എനി വെർട്ടിക്കൽ പ്ലെയിൻ along the central axis. Just look at the diagram. Here we can divide the organism into two equal halves, cutting through any plane. ഇത് ശ്രദ്ധിക്കുക, മിഡിൽ സെൻട്രൽ ആക്സിസ് ഇതല്ലേ, സെൻട്രൽ ആക്സിൽ ഇങ്ങനെ മുറിച്ച രണ്ട് കഷ്ണം, ഇതുപോലെയാണെങ്കിൽ രണ്ട്, ഇതുപോലെയാണ് ഈക്വൽ പാർട്ട് കിട്ടുക. കാരണം ഓർഗാനിസം എങ്ങനെയാണ്, ഓർഗാനിസം സിലിണ്ടറിക്കൽ ബോഡി. So cylindrical shaped organisms in the case symmetry is radial because we can divide the organism into two equal halves. If we can divide the body into two equal parts or equal half by any vertical plane. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നേരിട്ട് നമുക്ക് 3 dimensional ക്ലാസ് ഒക്കെ ആയിരുന്നു നേരിട്ട് കാണിക്കാമായിരുന്നു. എങ്ങനെയാണ്? ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ പൈപ്പ്, വി ക്യാൻ ഡിവൈഡ് ഇൻറ്റു ടു ഈക്വൽ ഹാഫ്സ് കട്ടിങ് ത്രൂ ദ ആക്സിസ് ബൈ എനി പ്ലെയിൻ. ബൈ എനി പ്ലെയിൻ ഇത്രയും മീനുള്ളൂ. ഇതാണ് നമ്മുടെ ടോപ്പ് എന്നാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ പാർട്ട് ഈ സൈഡ് ക്രോസ് ചെയ്താൽ, ഇങ്ങനെയാണെങ്കിൽ രണ്ട് ഈക്വൽ. ഇതുപോലെ എങ്ങനെ കട്ട് ചെയ്താലും വി വിൽ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. സോ സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് റേഡിയലി സിമെട്രിക്കൽ ഓർഗാനിസംസ്. സം പോറിഫറ, നിഡേറിയ, ടീനോഫോർ, എക്കിനോഡംസ് ഒക്കെ എന്താണ് എക്സാമ്പിൾ. ഇപ്പോൾ സ്റ്റാർ ഫിഷ് ഇതിന് എക്സാമ്പിളാണ് റേഡിയൽ സിമെട്രി. സ്റ്റാർ ഷേപ്പ് അല്ലേ, നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും. സോ റേഡിയൽ സിമെട്രി മീൻസ് ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു ടു ഈക്വൽ ഹാഫ്സ് ബൈ എനി വെർട്ടിക്കൽ പ്ലെയിൻ along central axis. Example some porifera, nidaria, ctenophores and echinoderms. What is bilateral symmetry? Here body can be divided into right and left part only in one plane. Example human being. എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഓൺലി ഇൻ വൺ പ്ലെയിൻ. നമ്മളെ ഇതുപോലെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമല്ലേ രണ്ട് ഈക്വൽ പാർട്ട് കിട്ടുള്ളൂ. ഹെഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താലോ കിട്ടില്ലല്ലോ രണ്ട് ഈക്വൽ പാർട്ട്. ഓക്കെ, കയ്യും കാലൊക്കെ കിട്ടും, പക്ഷേ കംപ്ലീറ്റ് ഇപ്പോൾ ബോഡി ഫേസ്, നമ്മുടെ കേസിൽ ബോഡി അങ്ങനെയുള്ളത്. അപ്പോൾ വി ക്യാൻ ഡിവൈഡ് ദ ഓർഗാനിസം ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ എ സിംഗിൾ പ്ലെയിൻ. ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. Just look at the example. That blue part, it's a glass. A plane കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. So it's a scorpion. Sorry, it's a prawn. We can divide the prawn into two equal halves. Only a single plane. When the organism ആയിക്കോട്ടെ, we can divide it into two equal parts. Only a single plane. So such organisms are called bilateral. Example human being. Human beings can be divided into two equal parts, like right and left. അല്ലാതെ എന്തുപോലെ പറ്റില്ല, റേഡിയൽ പോലെ പറ്റൂല, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, റേഡിയൽ പോലെ അത് പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത്. സോ സിമെട്രി ഈസ് ടു ടൈപ്സ്, അസിമെട്രി ആൻഡ് സിമെട്രി. സിമെട്രി ഈസ് അഗൈൻ ഡിവൈഡഡ് ടു റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി.
റേഡിയൽ സിമെട്രി നോക്കുക. ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ എലോങ് സെൻട്രൽ ആക്സ് ഓഫ് ദി ബോഡി. ബൈലാറ്ററലാണെങ്കിലോ ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. ഈ ഡയഗ്രംസ് നോക്കുക. എക്സാമിന് ഈ ഡയഗ്രംസ് ആണ് ചോദിക്കുക പരീക്ഷയ്ക്ക്. ഈ ക്രാബിൻ്റെ ഡയഗ്രം എന്നിട്ട് റൈറ്റ് ദ ടൈപ്പ് ഓഫ് സിമെട്രി. വാട്ട് ഈസ് സിമെട്രി? റൈറ്റ് ദ ടൈപ്പ് ഓഫ് സിമെട്രി ഇൻ ദ ഫോളോയിങ് പിക്ചർ. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമെട്രി. ഓക്കെ, ഇതാണ് നമ്മൾ സിമെട്രിയെ പറ്റി പറഞ്ഞത്. ഇനി ദ ബോഡി ഓഫ് ബൈലാറ്ററലി സിമെട്രിക്കൽ അനിമൽ ഹാസ്. ഇപ്പോൾ നമ്മുടെ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ബൈലാറ്ററലി സിമെട്രിക്കൽ ഓർഗൻസിന് മെയിനായിട്ടും 4 ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. 4 or 5 പാർട്സ്. എ ഡോർസൽ പാർട്ട്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസിൽ വാട്ട് ഇസ് ഡോർസൽ പാർട്ട്? ഡോർസൽ മീൻസ് നമ്മുടെ പുറം ഭാഗമാണ്. ഔട്ട്സൈഡ് നമ്മുടെയൊക്കെ ഡോർസൽ ആണ് നമ്മുടെ പുറം ആണ്, അപ്പർ സൈഡ്. വെൻട്രൽ മീൻസ് ലോവർ സൈഡ്, നമ്മുടെ സ്റ്റൊമക്കൊക്കെ ഉള്ള ഭാഗമാണ് വെൻട്രൽ. പിന്നെ ലാറ്ററൽ സൈഡ് ഉണ്ട്. ലാറ്ററൽ സൈഡ് മീൻസ് നമ്മുടെ സൈഡ്, ഹാൻഡിൻ്റെ സൈഡില്ലേ, ലെഫ്റ്റും റൈറ്റും സൈഡാണ് ലാറ്ററൽ. പിന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ആൻറ്റീരിയർ മീൻസ് ഹെഡ് റീജിയൻ, പോസ്റ്റീരിയർ മീൻസ് ടെയിൽ റീജിയൻ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡയഗ്രം. A bilateral symmetrical organ has 4 or 5 parts: anterior, posterior, dorsal, ventral, then lateral. Lateral means side ആണ്, അങ്ങനെ ഡിവിഷൻ ഉണ്ടാവും. Then third basis of classification, germ layers or germinal layers. These are layers of embryo from which all body organs are formed. നിങ്ങൾക്കറിയാം, the sperm joins with ovum to form zygote. ശരി, നമ്മളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫാദറിൻ്റെ സ്പേം ആൻഡ് മദറിൻ്റെ ഓവം, ഇത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? സൈഗോട്ട് ഡെവലപ്സ് ഇൻടു എംബ്രിയോ. ഓക്കെ, എംബ്രിയോ, ദ ലെയേഴ്സ് ഓഫ് എംബ്രിയോ. ഓക്കെ, നമ്മുടെ എംബ്രിയോക്ക് ഉണ്ടാകുന്ന ലെയേഴ്സിൻ്റെ പേരാണെന്ത്? ജേർമിനൽ ലെയർ. ഞാൻ പറഞ്ഞ ടോപ്പിക് ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്പേം ഫ്യൂസസ് വിത്ത് ഓവം ടു ഫോം സൈഗോട്ട്. ഇതാണ് സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്സ് ഇൻടു ബ്ലാസ്റ്റോസീൽ. ഓക്കെ, ബ്ലാസ്റ്റുല, അതായത് പ്രഗ്നൻസി കണ്ടീഷനിലെ സ്റ്റേജാണ് പറയുന്നത്. ദെൻ ഫൈനലി ഇറ്റ് ഫോംസ് എ സ്റ്റേജ് കോൾഡ് ഗ്യാസ്റ്റുല. ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഡയഗ്രാം, ഗ്യാസ്റ്റുല. ദെൻ ഗ്യാസ്റ്റുല ആർ 3 layers, which are the outer ectoderm, middle mesoderm and inner endoderm. So we can say that the embryonic condition of an organism contains 3 germ layers: outer ectoderm, middle mesoderm and inner endoderm. These 3 layers are called germinal layers. എല്ലാ ഓർഗാനിസിനും ഈ ഒരു ജേം ലേയേഴ്സ് അല്ലെങ്കിൽ ജേർമിനൽ ലേയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ ദ ലേയേഴ്സ് ഓഫ് എംബ്രിയോ ഫ്രം വിച്ച് ഓൾ ദ ബോഡി ഓർഗൻസ് ആർ ഫോംഡ്. ഇപ്പോൾ മീസോഡേമിൽ നിന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ ഫോം ചെയ്യും. എൻഡോഡേമിൽ നിന്ന് നമ്മുടെ എലിമെൻ്ററി കനാലൊക്കെ ഫോം ചെയ്യും. അല്ലെങ്കിൽ എക്ടോഡേമിൽ നിന്ന് മറ്റ് ബോഡി പാർട്സ് ഫോം ചെയ്യും. അങ്ങനെയാണുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ സിമ്പിളി ഒരു എഗ്ഗിനകത്താകെ 2 പാർട്ടേ ഉള്ളൂ, വൈറ്റ് ആൻഡ് യെല്ലോ. ബട്ട് 21 days ഹാച്ചിങ് കൃത്യമായി കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇൻക്യുബേഷൻ ശേഷം ദ എഗ്ഗ് ഡെവലപ്സ് ഇൻടു എ ചിക്ക്. ഒരു കോഴിക്കുഞ്ഞായിട്ട് മാറുന്നില്ലേ? ദാറ്റ് മീൻസ് ഒരു കോഴിക്കുഞ്ഞാവുള്ള എല്ലാ കാര്യങ്ങളും ആ എഗ്ഗിനകത്തുണ്ടല്ലോ, വൈറ്റിലും യെല്ലോയിലും. അതേപോലെയാണ് പറഞ്ഞത്. ജേം ലേയേഴ്സ് മീൻസ് ഓൺലി 3 layers. These 3 layers contain all the materials for developing all organ systems in our body. So these layers are called germinal layers. ഇനി പോയിന്റ് നോക്കുക. Based on the number of germ layers, animals are 2 types. Based on the number of germ layers, animals are 2 types. Which are they? Diploblastic and triploblastic. Diploblastic and triploblastic. എന്താണത്? ഡയഗ്രം നോക്കിയ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്. Diploblastic animals means they have only outer ectoderm and inner endoderm. What is absent? Mesoderm is absent. So animals with 2 germ layers are called diploblastic animals. Animals with all the 3 germ layers are called triploblastic. Diplo means di, 2 ആണ്. Tri means 3. So diploblastic animals means 2 germ layers, outer ectoderm and inner endoderm is present. In between these layers,
ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ കോൾഡ് മീസോഗ്ലിയ. മീസോഡേം ഇല്ല, മീസോഗ്ലിയ എന്നൊരു റെഡ് പാർട്ടാണ് അതിൽ കാണപ്പെടുന്നത്. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക്കിൻ്റെ കേസിലോ 3 germ layers, ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് ഇന്നർ എൻഡോഡം. പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ് മുതൽ കോഡേറ്റ വരെയുള്ള എല്ലാ ഓർഗാനിസും എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, സീലോം ഓർ ബോഡി ക്യാവിറ്റി. വാട്ട് ഈസ് സീലോം? ഇറ്റ്സ് എ ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡം. Look at the diagram. ഇത് എക്ടോഡം, ഇതും മീസോഡം. ഇന്നർ പാർട്ട് എന്താണ്? എൻഡോഡം. സോ ലുക്ക് അറ്റ് ദ മീസോഡം ടു ദാറ്റ് ഓറഞ്ച് ഓർ ലൈറ്റ് റെഡ് കളേർഡ് പാർട്ട് കണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് മീസോഡം. ദർ ഇസ് എ ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ദി മീസോഡം, in between mesoderm, that is called body cavity or coelom. It is a cavity lined by mesoderm. The cavity lined by mesoderm ആണത് coelom. It is seen between body wall and gut wall. The body wall and gut wall, just human being നോക്കിയേ, അതാണ് ബോഡി വാൾ, നമ്മുടെ സ്കിൻ. ഗട്ട് വാൾ മീൻസ് എലിമെൻ്ററി കനാൽ. ഇതിനിടക്കുള്ള സ്പേസ് കണ്ടില്ലേ? അതായത് ഇതിനിടക്കുള്ള സ്പേസ്, ഞാൻ ഈ റെഡ് ഡോട്ട് ഇടുന്ന ഭാഗമില്ലേ, ഈ റെഡ് ഡോട്ട് ഇടുന്ന ഭാഗമൊക്കെ എന്താണ്? ദ സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ഈ പാർട്ട് എന്താ അറിയപ്പെടുന്നത്? ബോഡി ക്യാവിറ്റി ഓർ സീലോം. സോ ഇറ്റ് ഈസ് കോൾഡ് സീലോം. ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ, അതാണ് ഇൻ ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ ആണ് സീലോം എന്ന് പറയുന്നത്. So it is a cavity lined by mesoderm. It is seen between body wall and gut wall. Coelom separate the muscles of gut and body wall. Coelom separate the muscles of gut and body wall. Based on the nature of coelom, animals are 3 types. Coelom അനുസരിച്ചിട്ട് animals are classified. നമുക്കതാണ് വേണ്ടത്. Animals are classified into 3 based on coelom. Which are they? Acoelomate, pseudocoelomate and coelomate. Okay, but what is coelom? It's a cavity lined by mesoderm. It is seen between body wall and gut wall. That's the definition. Based on the nature of coelom, animals are 3 types: acoelomate, pseudocoelomate and coelomate. What is acoelomate? The space between body wall and digestive cavity is filled with matrix, means no coelom. If coelom is absent, such animals are called acoelomate. Example, Porifera, Cnidaria, Ctenophora, Platyhelminthes. Up to Platyhelminthes വരെയാണ്. ആ കറക്റ്റ് ഓർഡർ നമ്മൾ ആദ്യം പറഞ്ഞില്ല, അത് വെച്ചാണ്. So Porifera to Platyhelminthes organism, they don't have any body cavity or coelom. So they are called acoelomate. So what is acoelomate animals? At coelom is absent. Then second category ഏതാണ്? Pseudocoelomate. What is pseudocoelom? What is pseudo? Pseudo means false, pseudopodia, false feet എന്ന് പഠിച്ചിട്ടുണ്ടാകും. Pseudo means false. Pseudocoelomate means false coelom. What is false coelom? Here the body cavity is not lined by mesoderm. Actually നമ്മൾ പറഞ്ഞു what is coelom? It is formed from mesoderm. So in pseudocoelomate, a body cavity is present but it is not lined by mesoderm. Okay, that means body cavity is present but it is not formed from mesoderm. So it is called false coelom or pseudocoelom. Body cavity is present but what is a coelom? It should be formed from mesoderm. ഇവിടെ മീസോഡം അല്ലാത്തതുകൊണ്ട് it is called pseudocoelom. Then third cavity coelomate. തേർഡിനെ നമ്മൾ coelomate എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയാം? eucoelomate എന്ന് പറയും. ഓക്കെ, നമ്മൾ coelomate എന്ന് പറഞ്ഞല്ലോ, ഇവിടെ യു മീൻസ് ട്രൂ എന്നർത്ഥം. അപ്പോൾ coelomate or eucoelomate മീൻസ് ട്രൂ coelom എന്നാണ്. ഹിയർ coelom ഈസ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം മീസോഡം. അന്നലിഡ ടു കോഡേറ്റ. ഡയഗ്രം നോക്കി അറിയാം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതേതാണ്? ഹിയർ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്, സോ ഇറ്റ് ഈസ് കോൾഡ് acoelomate. ഹിയർ ബോഡി ക്യാവിറ്റി ഈസ് പ്രസൻറ്റ് but it is not formed from mesoderm, so they are called pseudocoelom. Here body cavity is present, it is formed from
tissues formed from mesoderm. It is lined by tissues formed from mesoderm, so it is called true coelom or eucoelom. ഇതാണ് what is coelom? The body cavity. Based on the presence or absence of body cavity, animals are classified to three: acoelomate, pseudocoelomate and coelomate. Different examples വെച്ചുള്ള ഡയഗ്രമാണ് പറഞ്ഞിട്ടുള്ളത്. Then what are the functions of coelom? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് what are the functions of coelom? It accommodate visceral organ. What are visceral organs? Internal organs. അല്ല, ഇപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ ബോഡിക്കകത്ത് സീലോമിനകത്താണ് ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള ലങ്സ്, കിഡ്നി, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിവർ, ഹാർട്ട് ഇതൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് അക്കോമഡേറ്റ് വിസറൽ ഓർഗൻസ്. പിന്നെ സിലോമിക് ഫ്ലൂയിഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വിസറൽ ഓർഗൻസ്. ഇവിടെ സിലോമിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. സോ സിലോമിക് ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കുറക്കും. ഇറ്റ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വിസറൽ ഓർഗൻസ്. തേർഡ്, ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ. ഒരു ബോഡി ഫ്ലൂയിഡിനകത്താണ് ഇൻറ്റേർണൽ ഓർഗൻസ് ഉള്ളത് കൊണ്ട് ഒരു ഷോക്ക് അബ്സോർബർ. ഇങ്ങനെ 3 ഫങ്ഷൻസ് ആണ് സീലോമിനുള്ളത്. സോ സീലോം എന്താണ്? സീലോം ബോഡി ക്യാവിറ്റി. ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സൻസ് ഓഫ് സീലോം ദേ ആർ കോൾഡ് acoelomate, pseudocoelomate, eucoelomate. Then functions of coelom. Then 5th point, metamerism. What is metamerism? Look at the diagram of earthworm. Here body contains many segments. Okay, segmented organism. That is called metamerism. It is a phenomenon in which the body of organ is externally and internally divided into repeated segments. Body is divided into segments or metameres. It is called segmentation or metamerism. എർത്തോമിനെ കണ്ടല്ലേ നിങ്ങൾ? എർത്തോമിൻ്റെ ബോഡി ഡയഗ്രം നോക്കിയേ. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു മെനി സെഗ്മെൻറ്റ്സ്. ഓക്കെ, ഇഫ് ദ ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു മെനി സെഗ്മെൻറ്റ്സ് ദേ ആർ കോൾഡ് സെഗ്മെൻറ്റഡ് അനിമൽസ്. ഹ്യൂമൻ ബീങ്സ് എന്താണ്? സെഗ്മെൻ്റ് ഉണ്ടോ? ഇല്ല. ദേ ആർ കോൾഡ് അൺസെഗ്മെൻറ്റഡ്. ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ എക്സ്റ്റേണലി സെഗ്മെൻറ്റേഷൻ ഇല്ല, പക്ഷേ ഇതുപോലുള്ള ഓർഗാനിസിൻ്റെ സെഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് സെഗ്മെൻറ്റഡ് ഓർ അൺസെഗ്മെൻറ്റഡ്. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് സെഗ്മെൻറ്റ്സ് ആർ കോൾഡ് മെറ്റാമിയേഴ്സ്. എക്സാമ്പിൾ മെയിൻലി ഏതാണ്? അനലിഡും ആർത്രോപോഡും. ഡയഗ്രത്തിൽ കാണുന്ന എർത്തോം അനലിഡാണ്. മറ്റേ ഇൻസെക്ട്സ് ഗ്രൂപ്പിൽ വരുന്നതാണ് ആർത്രോപോഡ്. രണ്ടും എന്താണ്? മെറ്റാമറിസം എക്സിബിറ്റ് ചെയ്യുന്നു. ദ ലാസ്റ്റ് പോയിൻറ്റ്, നോട്ടോകോഡ്. വാട്ട് ഈസ് നോട്ടോകോഡ്? ഇറ്റ് ഈസ് എ മീസോഡേർമലി ഡിറൈവ്ഡ് സപ്പോർട്ടിംഗ് റോഡ്. വാട്ട് ഈസ് മീസോഡേം? നമുക്കറിയാം, ജേം ലെയേഴ്സ്, എക്ടോഡം, എൻഡോഡം, മീസോഡം. മീസോഡോമിൽ നിന്ന് ഫോം ചെയ്ത സപ്പോർട്ടിംഗ് റോഡാണ് എവിടെ ഉണ്ടാവും? ഡോർസൽ സൈഡ് ഓഫ് ദി സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ എവിടെ ഉണ്ടാവും? ഡോർസൽ സൈഡ്, പുറം ഭാഗത്ത് കാണപ്പെടുന്ന തിക്ക് റോഡ് ആണിത്. നമ്മുടെ കേസിലുണ്ടോ? ഉണ്ട്. നമ്മുടെ കേസിൽ ഏതാ സംഭവം? വെർട്ടിബിൾ കോളമാണ്. നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബിൾ കോളം. അനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോഡേറ്റ് ആൻഡ് വിത്തൗട്ട് നോട്ടോകോഡ് ആർ കോൾഡ് നോൺ കോഡേറ്റ്. ലുക്ക് അറ്റ് ദ നോട്ടോകോഡ്. ഓക്കെ, this notochord later develop into vertebral column. അപ്പോൾ വെർട്ടിബിൾ കോളം നമുക്കറിയാം, നട്ടെല്ലാം അറിയാലോ, ബാക്ക് ബോൺ. അനിമൽസ് വിത്ത് ബാക്ക് ബോൺ ആർ കോൾഡ് കോഡേറ്റ്. വിത്ത് ബാക്ക് ബോൺ തന്നെയല്ല പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ അതല്ലാന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. നോട്ടോകോഡ് ഈസ് ദി മീസോഡേർമലി ഡിറൈവ്ഡ് സപ്പോർട്ടിംഗ് റോഡ് ഇൻ ദ ഡോർസൽ സൈഡ്. അനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോഡേറ്റ്. Without notochord are called non-chordate. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫൈലംസ് കണ്ടില്ലേ? ഓക്കെ, ഫൈലംസ് കണ്ടില്ലേ? അതൊക്കെയാണ് ഫൈലംസ്. പോറിഫറ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു നമ്മുടെ സമ്മറിയാണ്. പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്നോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ദിസ് കോഡേറ്റ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് കോളം. കോഡേറ്റ മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ എന്താണ്? നോൺ കോഡേറ്റ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും? പോറിഫറ മുതൽ ഹെമികോഡേറ്റ വരെ എന്താണ്? നോൺ കോഡേറ്റ. വൈ? ദേ ഡോണ്ട് ഹാവ് എനി നോട്ടോകോഡ്. നോട്ടോകോഡ് ഉള്ളവ മാത്രമാണ് കോഡേറ്റ. അതൊക്കെ അല്ലേ? സെക്കൻഡ്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പോറിഫറ ഏതാണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നിഡേറിയ ആൻഡ് ടീനോഫോറ ടിഷ്യൂ ലെവൽ. പ്ലാറ്റിഹെൽമിന്തസും ആഷെൽമിന്തസും അതാണ്. പ്ലാറ്റിഹെൽമിന്തസ് എന്തുണ്ട്? ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലും. ആഷെൽമിന്തസ് ഓർഗൻ സിസ്റ്റം ലെവലും മാത്രം.
ഇനി അനലിഡ മുതൽ കോഡേറ്റ വരെ എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ. ഇനി ജേം ലേയേഴ്സ് നോക്കിയാലോ. പോറിഫറൊക്കെ അങ്ങനെ ജേം ലേയേഴ്സ് ഒന്നും പറയുന്നില്ല. നിഡേറിയയും ടിനോഫോറയും ഡിപ്ലോബ്ലാസ്റ്റിക്, ബാക്കി എല്ലാ ഓർഗാനിസും എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക്, ബാക്കി എല്ലാ അനിമൽസും. സിമെട്രി പറയുമ്പോൾ പോറിഫറ അസിമെട്രിക്കലോ റേഡിയൽ, ടിനോഫോറ നിഡേറിയയും റേഡിയൽ. all other animals belongs to bilateral symmetry. Then സീലോം പറയുമ്പോഴും അങ്ങനെയാണ്. ഹയർ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് എല്ലാം സീലോമേറ്റ് ആണ്, ലോവർ ഗ്രൂപ്പൊക്കെ അസ്യൂലോമേറ്റും സ്യൂഡോസീലോമേറ്റും. അന്നലിഡ മുതൽ ഇങ്ങോട്ടാണ് സീലോംസ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക സിമ്പിളായിട്ട്. ഇന്ന് പഠിച്ച സമ്മറി ആയിട്ട് പറയുകയാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ് സെല്ലുലാർ ലെവൽ. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ 4 ലെവൽ. 1 സെല്ലുലാർ, 2 ടിഷ്യൂ, 3 ഓർഗൻ ലെവൽ, 4 ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ 4. ദെൻ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബേസ്ഡ് ഓൺ സിമെട്രി അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു അസിമെട്രി, സിമെട്രി. സിമെട്രി ആണെങ്കിൽ റേഡിയൽ, ബൈലാറ്ററൽ. ദെൻ സീലോം ആണെങ്കിലോ, സീലോം ഇസ് എ ബോഡി ക്യാവിറ്റി, അസീലോം, സ്യൂഡോസീലോം ആൻഡ് സീലോം, 3 ഗ്രൂപ്പ്സ്. ദെൻ നോട്ടോകോഡ് ആണെങ്കിലോ, നോട്ടോകോഡ് ഉണ്ടെങ്കിൽ കോഡേറ്റ്, ഇല്ലെങ്കിൽ നോൺ കോഡേറ്റ്. ഓക്കെ, ദെൻ അനിമൽസ് വിത്ത് മെറ്റാമെറിസം ഓർ സെഗ്മെൻറ്റഡ്, മെറ്റാമെറിസം ഓർ മെറ്റാമിയേഴ്സ് ഉണ്ടെങ്കിൽ സെഗ്മെൻറ്റഡ് അനിമൽസ്, ഇല്ലെങ്കിലോ അൺസെഗ്മെൻറ്റഡ് അനിമൽസ്. ഇതാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഓർത്തു വെക്കേണ്ടത്. നിങ്ങൾ എന്താണ് ഓർത്തു വെക്കേണ്ടത്? അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 11 ഡിഫറെൻറ്റ് ഫൈലംസ് ബേസ്ഡ് ഓൺ ദീസ് പോയിൻറ്റ്സ്. ഏതൊക്കെയാണ് പോയിൻറ്റ്സ്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ജേം ലെയേഴ്സ്, സിമെട്രി, സീലോം, നോട്ടോകോഡ് ആൻഡ് സെഗ്മെൻറ്റേഷൻ. അത് കൂടാതെ നമ്മൾ പഠിച്ച ഡൈജസ്റ്റീവ് സിസ്റ്റം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്. സർക്കുലേറ്ററി ആണെങ്കിൽ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമ്പിൾ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പോയിന്റിന്, ഇത്രയും പോയിന്റിൻ്റെ 6 പോയിൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ക്ലിയർ ആണെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.